ഹായ് ഫ്രണ്ട്സ്, അവളിടം ബൈ നീതുവിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഇൻസ്റ്റൻറ്റ് പിസ്സയാണ്. സൂപ്പർ ടേസ്റ്റാണ്. പിസ്സയൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. ഇത് അങ്ങനെ നല്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ 5 മിനിറ്റിനുള്ളിൽ തന്നെ പിസ്സ റെഡിയാവും. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഞാനിവിടെ ആദ്യം സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കും. ഗ്രേറ്റ് ചെയ്തതിനാണ് കൂടുതൽ നല്ലത്. പിന്നെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീസും കൂടെ വേണം. ചീസ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പിസ്സ സോസ് വേണം. ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ദോശമാവാണ്. ഇതാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ദോശമാവ് എടുത്ത് നല്ല കട്ടിയായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ദോശമാവ് കൊണ്ടാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കുന്നത്. ദോശമാവാണ് നമ്മൾ പിസ്സ ബേസായിട്ട് ഉപയോഗിക്കുന്നത്. ദോശയുടെ മേൾഭാഗം ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ പിസ്സ സോസ് തേച്ച് കൊടുക്കണം. ആ മേൾഭാഗം ഒന്ന് വലിഞ്ഞതിന് ശേഷമേ തേക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സോസ് നമുക്ക് തേച്ച് കൊടുക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള സോസ് നമുക്ക് ഇതിനകത്തിൽ പുരട്ടി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. ബീൻസ് ചേർക്കാം, പിന്നെ സ്വീറ്റ് കോൺ ചേർക്കാം. ഇനിയിപ്പോൾ അതുപോലെ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിനകത്തേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ചീസ് നമുക്ക് എത്ര വേണേലും ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടോ അത്രയും ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ ചീസ്. അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇനിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ആ ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ചെറിയ തീയിൽ വേണം ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ പിസ്സ കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നല്ലതായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളെ അടിപൊളി പിസ്സയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒറിജിനൽ പിസ്സയുടെ അതേ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ കുട്ടികളെ പറ്റിക്കാനായിട്ട് പറ്റിയൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. നമ്മൾ കൂടുതൽ സമയമൊന്നും എടുക്കില്ല. കുട്ടികൾ പിസ്സ വേണമെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പുറത്തുനിന്നൊന്നും പിസ്സ മേടിക്കണമെന്നൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കതൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.